എംഎസ് നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഈ നാംഡോക്മായിട്ട് ഒരു ഹോട്ട് ചർച്ച നടക്കുകയാണല്ലോ. വേൾഡ് നമ്പർ 1 മാങ്ങയായിട്ടുള്ള നാംഡോക്മായ്ക്ക് ഫ്ലേവർ ഇല്ല എന്നൊക്കെ ഉള്ള ഒരു ചർച്ച. എന്താണ് ഇത് വേൾഡ് നമ്പർ 1 റാങ്കിങ്? ഒരിക്കലും നമുക്ക് നാംഡോക്മയെ വേൾഡ് നമ്പർ 1 കൊണ്ടുവരാൻ പറ്റില്ല. അതോ നമുക്ക് വിക്കിപീഡിയയിലൊക്കെ കിടക്കുന്നത് 8ാം സ്ഥാനത്ത് 7ാം സ്ഥാനത്തൊക്കെയാണ് കിടക്കുന്നത്. അതൊക്കെ വിദേശികൾ ഇടുന്ന ഒരു കണക്കാണ്. അത് ഈ സ്ഥാനങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ, അല്ലാതെ ഒരു സ്ഥാനങ്ങളൊന്നുമില്ലല്ലോ. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ അൽഫോൺസേന്ന് 1ാം സ്ഥാനത്ത്, ഇപ്പോൾ പിന്നെ കാരാബാവ് വന്ന്, എന്നാൽ ഈ കാരാബാവും ഒരു ഫ്ലേവർ ഇല്ലാത്ത മാങ്ങയാണ്. അപ്പോൾ ഈ സ്ഥാനത്തേക്ക് വരുന്നത് പല ഘടകങ്ങളുണ്ട്. ഒന്ന് മാങ്ങയുടെ സൂക്ഷിപ്പ് കാലം. നമ്മുടെ നാട്ടിൽ പൊതുവെ കാഴ്ച വരുന്ന നാംഡോക്മായ്ക്ക് നമ്മുടെ നാട്ടിലെ മറ്റു മാങ്ങകളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഫ്ലേവർ എങ്ങനെയാണ് വരുന്നത്? ഫ്ലേവർ ഇല്ല. നാട്ടിലെ മാങ്ങകളെ താരതമ്യം നാട്ടിലെ മാങ്ങകളോടുള്ള ഒരു ചെറിയ ഒരു ഹണി ഫ്ലേവർ അത് നമുക്ക് ഫീൽ ചെയ്യൂല. കാരണം നമ്മൾ നല്ല ഫ്ലേവറുള്ള മാങ്ങകൾ കഴിച്ചോണ്ട് കാലപ്പാട് വെച്ചോണ്ട് നമുക്കത് ഫീൽ ചെയ്യും. അതേസമയം പുറത്ത് ഉള്ള ആളുകൾക്ക് അത് ഫീൽ ചെയ്യും. മനസ്സിലായില്ല? നമ്മുടെ ഇതിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ ക്വാളിറ്റി ഉള്ള മാങ്ങകൾ അവിടെ ഇന്ത്യയിൽ ലോകത്തില് ഏറ്റവും നല്ല മാങ്ങ ഉണ്ടാകുന്നത് ഡോക്ടർ ഇമാ പസന്ത്, ജഹാംഗീർ, പിന്നെ ബ്ലാക്ക് ആൻഡ് റോസ്, പിന്നെ ആപ്പിൾ റുമാനി, പിന്നെ മല്ലിക, ഇതൊക്കെ കഴിച്ച ആൾക്ക് നാട്ടോക്കുമായി കഴിക്കുമ്പോൾ അതൊരു ഫ്ലേവർ അനുഭവപ്പെടും. പക്ഷെ അതിന്റെ സ്വീറ്റ് എടുത്ത് പറയേണ്ടതാണ്, മധുരം ഫ്ലേവർ കുറവായതുകൊണ്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പക്ഷേ ഈ കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ മധുരം ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഈ മാങ്ങ കൊടുത്തിട്ട് വീട്ടിൽ മാങ്ങ മുറിച്ച് വെച്ചാൽ, നാട്ടോക്കുമായി മുറിച്ച് വെച്ചാൽ എടുത്തെടുത്ത് പോകും. കുട്ടികളൊരു മിഠായിയുടെ ഫീൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത് അതന്നെ. ഇപ്പൊ നമ്മള് കുട്ടികൾക്ക് കോഴി മാത്രം മതി, മറ്റുള്ള ഒന്നും മീൻ വേണ്ട, മറ്റുള്ള അതാണ് ഇത്ര കാലഘട്ടമാണ്. പിന്നെ ഈ നാംഡോക്മായ്ക്ക് ഉള്ള ചെറിയൊരു പരാതി എന്താ വെച്ചാൽ ഇതിനൊരു ചെറിയൊരു ടൊബാക്കോന്റെ സ്മെല്ലിടാൻ. നമ്മുടെ നാട്ടിലെ മണ്ണിന്റെ പ്രശ്നമാണോ വേറെ എന്താന്ന് അറിഞ്ഞൂടാ. ഒരാള് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടി. എന്താന്നല്ലേ, ഒരാൾ പറയുമ്പോൾ വായിൽ മറ്റേ ഈ ഹാൻഡ്സ് ഉണ്ടല്ലോ, അതിന്റെ ഒരു സ്മെല്ല് വരുന്ന, അത് ഈ മണ്ണിന്റെ വിഷയമാണോ വേറെ എന്താണോ? അല്ല, അതിന്റെ നാംഡോക്മാന്റെ ആർട്ടിക്കിൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ മറ്റേ ടെർപ്പന്റിന്റെ ഇത് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അതും ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇത് പണ്ട് അത് പിന്നെ നവരസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പലർക്കും പല രീതിയിലായിരിക്കും. അത് നമുക്ക് ഭാവിയിൽ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാം. അത് വലിയൊരു ടോപ്പിക്കാണ്. ഈ നമ്പർ 1 സ്ഥാനം കൊടുത്ത് നിരാശരായവരാണ് ഒരിക്കലും അതല്ല. അത് ഇവിടുത്തെ നേഴ്സറിക്കാർ അവരുടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് നമ്പർ 1 നമ്പർ 2 ഒക്കെ കൊടുത്തെങ്കിൽ നമുക്കത് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നതല്ല. നമ്പർ 1 സ്ഥാനത്തൊക്കെ ഒന്നും നാംഡോക്മയെ കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ എനിക്ക് പറയാ, ഇത് എടുത്തിട്ട് ടോമി എടുത്തിട്ട് ഇതാണ് നമ്പർ 1 എന്ന് പറയുമ്പോൾ അതിന് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നില്ല. അതാണത്. ഇപ്പം നല്ല മല്ലികയും ഇമാ പസന്തും ഇതൊക്കെ വെച്ചാല് MS ഏതാ ഫസ്റ്റ് കഴിക്കാൻ? ഇവിടെ ഇമാ പസന്ത് ഉണ്ടെങ്കിൽ ഞാനിതൊന്നും കഴിക്കില്ല. ഇമാ പസന്ത് ആദ്യം കഴിക്കുള്ളൂ, പിന്നത്തേക്ക് മല്ലിമൽക്ക് പോകുള്ളൂ. എനിക്ക് ഇത് ഇമാ പസന്ത്, ഇതാണ് ഇമാ പസന്ത്. ഇത് ഇമാ പസന്ത് എന്ന് പറഞ്ഞാണല്ലോ ഇപ്പൊ പറയുന്നത്. ഇത് നമ്മളല്ല, അത് ഹുമയൂൺ ചക്രവർത്തിയുടെ ഹൃദയം കവർന്ന മാങ്ങയാണ്. ഇത് ഡോക്ടർക്കുള്ള ഒരു ഭാഗ്യം എന്താ വെച്ചാൽ ഇവിടെ പുഴുക്കേടില്ല എന്നുള്ളൊരു ഭാഗ്യം. ഇത് അധികം പുഴുക്കേട് വരുന്നില്ല അല്ലേ ഇവിടെ സാധാരണ? അല്ല, ഇവിടെ പൊതുവെ പുഴുക്കേട് കുറവാണ്. അതെ, അതൊരു ഭാഗ്യം കൂടെയാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഈ നമ്പർ 1 പക്ഷെ നാംഡോക്മായി വെക്കാം. ഞങ്ങളൊക്കെ നാംഡോക്മായിക്ക് കുറെ പ്ലസ് പോയിന്റുകളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നാംഡോക്മായി എന്ന് പറഞ്ഞാൽ അതിന്റെ മാവ് പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നല്ല ഗ്രോത്താണ് പ്ലാന്റിനെ പറ്റി പറയട്ടെ. പിന്നെ പെട്ടെന്ന് അത് വലുതായി വന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൂട്ട്സ് തരും, മാങ്ങ തരും. പിന്നെ കുറഞ്ഞ ദിവസം കൊണ്ട് മാങ്ങ ഒരു 100 ദിവസം കൊണ്ട് മാങ്ങ വിളയും. ഇതൊക്കെയെന്ന് വെച്ചാൽ ഗുഡ് ക്വാളിറ്റിയാണ്. കാരണം ചെറിയ അണ്ടി, സീഡ്, അത്യാവശ്യം ഫ്ലഷ്, അത്യാവശ്യം സ്വീറ്റ്. ഇതിന് ഫ്ലേവർ ഇല്ല, കുറവാണ് എന്നുള്ള ഒരു ന്യൂനത മാത്രമാണ്. ഇല്ല എന്നല്ല, ഒരു മൈൻഡ് ചെറിയ മൈൽഡ് ഒരു ഇതുണ്ട് അല്ലേ? അത് മനസ്സിലാക്കി വെക്കുന്നവർക്ക് വെക്കാം. പിന്നെ അതിനൊരു നാംഡോക്മായിക്ക് ഒരു ഭംഗിയുണ്ട്. നാംഡോക്മായിയുടെ മാങ്ങയുടെ ഒരു ഷേപ്പ് ഉണ്ട്. കാരണം സാധാരണ നമ്മൾ മാങ്ങ എടുത്തു കഴിഞ്ഞാൽ പല ഇപ്പൊ ടോമി എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കുറെ മാങ്ങ. നാംഡോക്മായിന്റെ പിന്നെ ആ രൂപം അത് നാംഡോക്മായിക്ക് മാത്രമേ ഉള്ളൂ. അത് അതിന്റെ ഒരു പോയിന്റാ. അത് വേറൊരു മാങ്ങില്ല. ഏത് മാങ്ങയുടെ ഇടയിലും നമുക്ക് നാംഡോക്മായി കണ്ട തിരിച്ചറിയാം. മറ്റേത് നമ്മൾ ചിലപ്പോൾ കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത് ഏതാണെന്ന് ചോദിക്കേണ്ടി വരും.
ആവൂല. അപ്പൊ നാംഡോക്കുമായിക്ക് പിന്നെ നാംഡോക്കുമായിയുടെ ഐഡിയ ഉണ്ട്. അതുണ്ട്. അത് പ്ലസ് പോയിന്റാ. ആകെ പലരും നിരാശരായത്, പലരുടെയും കമന്റുകൾ നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്പർ 1 പ്രതീക്ഷിച്ച് ഡോക്ടർ 6 തൈ വെച്ചു, ഞാൻ 7 തൈ വെച്ചു, നമ്മളൊക്കെ സാധാരണക്കാരാട്ടോ. ഇതുപോലെ പലരും അങ്ങനെ വെച്ചവർക്ക് ഒരു നിരാശ. അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയണം, അങ്ങനെ വെച്ചൊരു നിരാശപ്പെടേണ്ടതില്ല. കാരണം ന്യൂ ജനറേഷൻ കുട്ടികൾ ആ മാങ്ങ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് വരുന്ന തലമുറ ആ മാങ്ങ ഇഷ്ടപ്പെടും. നല്ല അല്ല, അതിന് ഭാവിയുണ്ട്. നാംഡോക്കുമായിക്ക് ഇപ്പൊ നിങ്ങൾ ഇത് പറഞ്ഞാലും ഭാവിയുണ്ട്, പ്രസന്റ് ചെയ്യാം. പിന്നെ അതല്ല, അത് മാർക്കറ്റ് കീഴടക്കും. കാരണം ഇത് പിന്നെ തായ്ലൻഡ് വിപണി കീഴടക്കിയ പോലെ തായ്ലൻഡിൽ ഇപ്പൊ ആ മാർക്കറ്റിൽ ഞാൻ ചെന്നപ്പോൾ എല്ലാ കടകളും നാംഡോക്കുമായിയാണ്. മറ്റു മാങ്ങകൾ ഇല്ലായിട്ടല്ല. പക്ഷെ അവിടെ എന്താണ് അതിന്റെ പ്ലസ്മെന്റ്? സീസണിന്റെ ഫസ്റ്റിൽ മാങ്ങ വരും. ഒരു മിനിറ്റ്, സീസണിന്റെ ഫസ്റ്റിൽ മാങ്ങ ആവുക എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റാ. മറ്റു മാങ്ങകൾ വിളയുന്നതിന് മുമ്പേ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നത്, അതാണ് നാംഡോക്കുമായിന്റെ ഒരു പ്ലസ് പോയിന്റ്. ഏറ്റവും അത് തായ്ലൻഡിലെ കാര്യം. നമ്മുടെ നാട്ടിൽ നാംഡോക്കുമായി നോർമൽ ഇപ്പോഴാണ് വിളഞ്ഞു വരുന്നത്. ജൂൺ തുടക്കത്തിൽ. അല്ലല്ല, അത് നാംഡോക്കുമായി 2 ടൈം ഉണ്ട്, 2 ടൈം കായ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫ്രൂട്ട്സ് കിട്ടും. അത് അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല. ഞാനൊക്കെ ഒരു പക്ഷേ ന്യൂ ജനറേഷൻ ഔട്ട് ആയതുകൊണ്ടായിരിക്കും ഞാനത് ഒരു പ്ലാന്റേ വെക്കുള്ളൂ. ഒരു കളക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു പ്ലാന്റേ വെക്കാൻ സാധിക്കുള്ളൂ. കാരണം ഫസ്റ്റ് നമുക്ക് കഴിക്കാനാണല്ലോ വെക്കണത്, എന്നിട്ടല്ലേ മക്കളെ കാര്യം. ഞാനിന്നൊരു ഫാർമറായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ ആന്ധ്രയിൽ നമ്മൾ യൂട്യൂബിലെ പിന്നെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്ത് നാംഡോക്കുമായി ആന്ധ്രയിൽ കൃഷി ചെയ്ത് വരികയാണ്. അവർ കൊമേഴ്ഷ്യൽ അല്ലേ? കൊമേഴ്ഷ്യൽ അവർക്കൊരു മാർക്കറ്റ് ഓൾറെഡി നാംഡോക്കുമായി ഉണ്ട്. അതാണ് അവർ കാണുന്നത്. അപ്പൊ ഇപ്പൊ തായ്ലൻഡിൽ നിന്ന് പോകുന്നത് അവർ പറയുന്നത് ഭാവിയിൽ ഇന്ത്യയിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് പോകാനുള്ള സാധ്യത കൂടുതൽ. അതുമല്ല വിത്ത് ക്വാളിറ്റി. നമുക്ക് തായ്ലൻഡൊക്കെ നല്ല ക്വാളിറ്റി. ആന്ധ്രയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാങ്ങയ്ക്ക് ഫ്ലേവറും ടേസ്റ്റും ഉള്ളത് ആന്ധ്രയിലാണ്. അത് ലോകത്തിൽ തന്നെ ആന്ധ്ര ഞാൻ നമ്പർ 1 ആണെന്ന് പറയും. നമ്മൾ പറഞ്ഞാൽ രേഖപ്പെടുത്തിയതാണ്. വരുന്ന മല്ലികയായാലും മങ്ങനപ്പള്ളി എല്ലാത്തിനും ക്വാളിറ്റി വരും. അപ്പൊ ഈ നാംഡോക്കുമായിക്കും അവിടെ വലിയ ക്വാളിറ്റി കിട്ടും എന്നാണ് ഇവര് പറയുന്നത്. അവിടെ കാഴ്ച ഫാർമർ പറയുന്നത് കിട്ടിയാലും പക്ഷെ അതൊന്നും അവിടുത്തെ മല്ലികയും മങ്ങനപ്പള്ളിയും വെട്ടൂല. അത് ഞാൻ പറഞ്ഞില്ല, ഇന്ത്യൻ മാങ്ങനെ കളത്തി വെട്ടാൻ ഒരു തായ്ലൻഡ് മാങ്ങക്കും അല്ലെങ്കിൽ ഒരു ഫ്ലോറിഡ മാങ്ങക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ 10 മാങ്ങ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിന് മേൽമേലെ നിൽക്കുന്നതൊക്കെ ഇന്ത്യന്റെ മാങ്ങ തന്നെയാണ്. പിന്നീട് പല രീതിയിലും കയറി കൂടിയതാണ് മറ്റൊരു. ആദ്യ കാലത്തൊക്കെ നോക്കുമ്പോൾ 6 മാങ്ങ ഇന്ത്യൻ്റെ ആയിരുന്നു പഴയ കാലത്ത്. പിന്നെ മറ്റു മാങ്ങകൾ കയറി കൂടിയതാ. കാരണം ആദ്യം വരുന്ന 1ാം സ്ഥാനത്ത് വന്നിരുന്നത് പിന്നെ അൽഫോൺസ, 2ാം സ്ഥാനത്ത് വന്നിരുന്നത് പിന്നെ കേസർ, പിന്നെ ദശേരി, ഇങ്ങനെ വന്നിരുന്നത്. പിന്നെ ഇത് മാറ്റങ്ങൾ വന്നത് നമ്മുടെ മാങ്ങളെ മുന്നിൽ 1, 2, 3 സ്ഥാനങ്ങൾ. പിന്നെ ചൗൺസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ടായതാണ്. പക്ഷെ പാകിസ്ഥാനിൽ പോയി പിന്നെ പാകിസ്ഥാനിൽ മാങ്ങാൻ അറിയുന്നത്. ഏത് രാജ്യത്തു നിന്നാണ് മാങ്ങ കൂടുതൽ കയറ്റി അയക്കുന്നത് ആ ബ്രാൻഡ് അവർക്ക് കിട്ടും. 12 മണിയായി, നമുക്ക് എല്ലാവർക്കും ഉറക്കം വരാൻ തുടങ്ങി. അപ്പൊ മാങ്ങയുടെ കുറച്ച് റിവ്യൂസിലേക്ക് നീങ്ങാൻ, മാങ്ങ കഴിച്ചിട്ട് വേണം പിരിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഏത് കഴിക്കണം?